മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം കാട്ടാനയുടെ സാന്നിധ്യം പതിവാകുന്നു. പകൽ സമയത്ത് പോലും കാട്ടാനകൾ ഈ പ്രദേശത്ത് എത്തുന്ന സാഹചര്യമുണ്ട്. മുൻപ് കാട്ടുകൊമ്പൻ പടയപ്പ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീറ്റ തേടിയെത്തുകയും ഇവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാറിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപമാണ് പകൽ സമയത്ത് പോലും കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. മുൻപ് കാട്ടുകൊമ്പൻ പടയപ്പയായിരുന്നു ഈ മേഖലയിൽ ചുറ്റിത്തിരിഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയടക്കം ഈ പ്രദേശത്തേക്ക് എത്തുന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത്. அதாவது டெய்லி சிரமம் காலையில் ஆளுங்க வேலைக்கு வரும்போது காலையில் 8 மணிக்கு முன்னால் இந்த யானை உள்ளே வந்து நிற்கு. அப்போ ஆளுகளெல்லாம் ஆம்பளையால் வந்து முன்னால் போய் சட்டரை திறந்து அந்த யானையை அங்கிட்டு மாற்றி விட்டு தான் ஆளுங்க வேலை செய்யுது. ஃபாரஸ்ட் அதிகாரிமார் காலையில் ஃபோன் பண்ணிச்சா இப்போ வரேன் வேற வரேன்னு இது வரைக்கும் வந்துட்டு வர மாட்டேங்காங்க. சரியான ரீதியில் அவங்க ஆளுகளை பாதுகாக்க வர்றது இல்லை. அது வந்து பஞ்சாயத்தினுடைய இதுக்காக சொல்லலை. என்னை பொறுத்தவரை நாங்கள் வாட்சரை என்னை வச்சுருக்காங்க பஞ்சாயத்தில். எப்போ எந்த சம்பவம் நடக்குன்னு சொல்ல முடியாது. இன்றைக்கெல்லாம் 1:30 மணிக்கு ஆளுகளை வெளியே அனுப்பி இந்த என் காலுகளில் எனக்கு அடியாயிருக்கு. நான் அடிபட்டு தான் செருப்பு வரைக்கும் அந்த தான் இருக்கேன். அந்த நிலைமையில் ஆளுகளை அனுப்பி விட்ருக்கேன். உயிருக்கு உத்தரவாதம் இல்லாத ஒரு நிலைமையில் இருக்குது. ஃபாரஸ்ட் அதிகாரிமார் ഉണ്ണിപ്പോൾ കവനിച്ച് വരണം. പകൽ സമയത്ത് പോലും പ്രദേശത്ത് കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളടക്കം ആശങ്കയിലാണ്. മുൻപ് കേന്ദ്രത്തിന് സമീപം കാട്ടാന ആക്രമണം ഉണ്ടാവുകയും 2 പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തിരുന്നു. ഗുരുതര പരിക്കേറ്റ ഒരാൾ ഇപ്പോഴും ചികിത്സയിലാണ്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ എത്തുന്ന കാട്ടാനകൾ കൂടിക്കിടക്കുന്ന മാലിന്യം ഭക്ഷിക്കുന്നതും പതിവാണ്. പ്ലാസ്റ്റിക് മാലിന്യവും ആനകൾ ഭക്ഷിക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനുള്ളിലേക്ക് കാട്ടാനകൾ എത്താതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം മുൻപ് വനംവകുപ്പ് മുൻപോട്ട് വച്ചിരുന്നു. വേനൽ കടുക്കുന്നതോടെ തീറ്റ തേടി കൂടുതൽ ആനകൾ കേന്ദ്രത്തിന് സമീപത്തേക്ക് എത്തിയാൽ അത് പ്രതിസന്ധിക്ക് ഇടയാക്കും. ആനകളെ ഈ പ്രദേശത്ത് നിന്നും തുരത്തണമെന്നും കാട്ടാനകൾ മാലിന്യം നിക്ഷേപിക്കപ്പെടുന്ന പ്രദേശത്തേക്ക് എത്താതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമാണ് ഉയരുന്നത്. റെയിൻബോ ന്യൂസ് ഇടുക്കി.